പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ 29, 5-ാമത്തെ വെള്ളിയാണ്. ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഈ വെള്ളിക്ക് ഞങ്ങൾ പറയുന്നത് നിയോഗ വെള്ളി എന്നാണ്. അതായത് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. സാധിക്കുന്ന മക്കളൊക്കെ ഇന്ന് ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളായിട്ട് വരണം. അപ്പോൾ ആ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. എന്നാ നിയോഗമാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ ദിവസം സ്വർഗം നിങ്ങൾക്ക് മാറ്റിവെച്ച അനുഗ്രഹം ദൈവത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഓൺലൈനിലൂടെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളും എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് ശുശ്രൂഷ പങ്കെടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോയ് ചില്ലപ്പള്ളി അച്ഛൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. വചനം പങ്കുവയ്ക്കുന്നത് ടൈറ്റസ് കാപ്പനാണ്. ഒപ്പം ഈ കാലഘട്ടത്തിൽ വലിയ സൗഖ്യ ശുശ്രൂഷയ്ക്ക് ദൈവം മാറ്റിവെച്ച ഒരു സഹോദരനാണ് ടൈറ്റസ് കാപ്പൻ. ടൈറ്റസ് കാപ്പൻ ബ്രദറിൻ്റെ പ്രത്യേക സൗഖ്യ ശുശ്രൂഷയും ഇന്നുണ്ടായിരിക്കും. ഓർക്കപ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് പറ്റിയ വചനമാണ് നാം ധ്യാനിക്കുന്നത്. മത്തായി 11:29. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ക്ഷണിക്കുക. എന്താണത്? നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാരവും ദുഃഖവും വേദനയും തകർച്ചയും അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലെ ഒത്തിരി ഭാരപ്പെടുന്ന അവസ്ഥയുണ്ട്. ഈ അവസ്ഥ നാം കടന്നു പോകുമ്പോൾ, ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ പറയുക, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. തമ്പുരാൻ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ ഉള്ളവല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. കർത്താവ് പറയുക, ഞാൻ വിനീത ഹൃദയന, ഞാൻ ശാന്തശീലന, അപ്പോൾ സമാധാനവും ശാന്തതയും എനിക്ക് തരാൻ പറ്റും. വീണ്ടും കർത്താവ് പറയാണ്, എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ പ്രിയമുള്ളവർ, ഒത്തിരി അസ്വസ്ഥയും ടെൻഷനും ഒക്കെയായിട്ട് ഓടി നടക്കുമ്പോൾ, ഭാരപ്പെട്ട് ജീവിതത്തെ വ്യഗ്രത ഓടിയെടുക്കുമ്പോൾ കർത്താവ് പറയുക, എന്നിൽ നിന്ന് പഠിക്കുക. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമെന്ന് പറയുമ്പോൾ അർത്ഥം ഇത്രയേ ഉള്ളൂ. ചുമട് ഭാരം കുറഞ്ഞാൽ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തമ്പുരാനോട് നമ്മൾ ചേർന്ന് നിന്നാൽ തമ്പുരാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും. അതാ ദൈവത്തിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം മറക്കരുത്. അവൻ ആശ്വാസം തരും, സമാധാനം തരും, ഒപ്പം തന്നെ പിതാവിലേക്കുള്ള വഴി അവൻ കാണിച്ചു തരികയും ചെയ്യും. വീണ്ടും പ്രിയമുള്ളവർ, ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തെ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നുകത്തിന് കീഴിൽ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഇങ്ങനെയാണ്. ഒരു കർഷകൻ തൻ്റെ കന്നുകാലികളുടെ മേൽ നുകം വയ്ക്കുന്ന പോലെ നമ്മൾ ദൈവത്തിന് നുകം വയ്ക്കുവാൻ അനുവദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ യേശുവിന് നമ്മുടെ നിയന്ത്രണവും നമ്മുടെ അവകാശവും എല്ലാം കൊടുക്കുന്നു. അപ്പോൾ അവൻ നമ്മൾ സ്വന്തമാക്കും. നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം അവൻ ഏറ്റെടുക്കും. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥയോ ബന്ധനത്തിൻ്റെ അവസ്ഥയോ അടിമത്തത്തിൻ്റെ അവസ്ഥയോ എന്നതാണെങ്കിലും ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ കർത്താവ് അതെല്ലാം ഏറ്റെടുത്ത് നമുക്ക് വിടുതൽ തരും. എങ്കിൽ പ്രിയമുള്ളവർ, എല്ലാവരും അച്ഛൻ പ്രത്യേകം ക്ഷണിക്കുകയാണ് ഈ നിയോഗ വെള്ളിയിൽ ഗാഗുൽത്തായ്ക്ക്. വരാൻ പറ്റാത്തൊരു ഓൺലൈനിലൂടെയോ യൂട്യൂബിലൂടെയോ എല്ലാം കാണണം കേട്ടോ. നമുക്ക് തീർച്ചയായിട്ടും തമ്പുരാൻ്റെ വലിയ അനുഗ്രഹവും വിടുതൽ തരും. ഒപ്പം തന്നെ പ്രത്യേകം രോഗികൾക്ക് വേണ്ടി സൗഖ്യപ്രാർത്ഥന ഉണ്ടായിരിക്കും. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളി നിയോഗ വെള്ളി അനുഗ്രഹ വെള്ളിയായി മാറുവാൻ കർത്താവ് ഇടവരുത്തട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.